ഹായ് മക്കളെ, നമ്മുടെ മനോഹരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പോം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്ലവറിന്റെ പറയാനുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോ കുറച്ചൊന്നല്ലേ നമ്മുടെ ഫ്ലവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഫ്ലവറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫ്ലവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ ഭൂമിയിൽ ഫ്ലവറിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അല്ലെ. സോ നമുക്ക് നോക്കാം, ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, ഹു ഇസ് ദ സ്പീക്കർ ഇൻ ദ പോം? എന്താണ് ഹു ഇസ് ദ സ്പീക്കർ ഇൻ ദ പോം? ദ ഫ്ലവർ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോം. ആരാണ് ഇതിലെ സ്പീക്കർ എന്ന് പറയുന്നത്? ഫ്ലവർ ഇസ് ദ സ്പീക്കർ എന്ന്. പൂവാണ് അല്ലെ, പൂവാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലെ. സോ സ്പീക്കർ ആരാണ്? പൂ തന്നെയാണ് അല്ലെ. വാട്ട് ഡു ദ എക്സ്പ്രഷൻ ബ്ലൂ ടെന്റ് ആൻഡ് ദ ഗ്രീൻ കാർപ്പറ്റ് റെഫേഴ്സ് ടു? എന്താണ് ബ്ലൂ ടെന്റ് കൊണ്ടും ഗ്രീൻ കാർപ്പറ്റ് കൊണ്ടും ഉദ്ദേശിച്ചത്? ബ്ലൂ ടെന്റ് കെട്ടിയേക്ക മുകളിൽ, അതേപോലെ താഴെ പച്ച പരവതാനി വിരിക്കുക എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ബ്ലൂ ടെന്റ് റെഫേഴ്സ് ടു ദ സ്കൈ അല്ലെ, ആകാശമാണ് അല്ലെ. അതുപോലെ ഗ്രീൻ കാർപ്പറ്റ് എന്താണ് ഉദ്ദേശിച്ചത് മക്കളെ? ടു എർത്ത് ഫുൾ വെജിറ്റേഷൻ അല്ലെ, പച്ച വിരിച്ചു നിൽക്കുന്ന, പച്ചപരമായി വിരിച്ചു നിൽക്കുന്ന നമ്മുടെ ആ പ്രകൃതിയെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ ഹൗ ആർ ദ സീസൺസ് റിലേറ്റഡ് ടു ദ ലൈഫ് ഓഫ് ദ ഫ്ലവേഴ്സ് അല്ലെ. ഫ്ലവറിന്റെ ലൈഫുമായിട്ട് ഏതൊക്കെ സീസണെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ സീസണെ ആയിരുന്നു റിലേറ്റ് ചെയ്തിട്ടുള്ളത്? 4 സീസൺ ആയിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു? ലൈഫ് ഓഫ് ദ ഫ്ലവേഴ്സ് റിലേറ്റ് ടു ദ സീസൺസ്. വിന്റർ കൺസീവ്ഡ്, ഏതാണ്? വിന്റർ കൺസീവ് ചെയ്യുന്നുണ്ട്, വിന്റർ ആണ് കൺസീവ് ചെയ്തത്. സ്പ്രിംഗ് ആണ് ബർത്ത്, ജനനം കൊടുത്തത്. സമ്മറിന്റെ മടിത്തട്ടിലാണ് വളർന്നത്, ഓട്ടത്തിന്റെ മടിത്തട്ടിലാണ് മക്കളെ കിടന്നുറങ്ങിയത്. പാസ്ഡ് അവേ, പോയത് അല്ലെ. ഐ മീൻ ഉറങ്ങാന്ന് പറഞ്ഞാൽ അത് കൊഴിഞ്ഞു പോവുക എന്നൊരർത്ഥത്തിൽ. ക്ലിയർ? അപ്പൊ ഈ നാല് സീസണും വ്യക്തമായിട്ട് പറയുന്നുണ്ട്: വിന്റർ, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം. Then fourth one, what does the flower do at a dawn, at a dusk? അല്ലെ, എന്താണ് പ്രഭാതത്തിലും പ്രഭാഷത്തിലും, രാവിലെയും വൈകുന്നേരങ്ങളിലും, ഐ മീൻ സൂര്യ അസ്തമയ സമയത്തും സൂര്യ ഉദയ സമയത്തും നമ്മുടെ ഫ്ലവർ എന്താണ് ചെയ്യുന്നത്? നോക്കാം. The flower joins the breeze and announces the arrival of the light in the morning അല്ലെ. രാവിലെ ബ്രീസിന്റെ കൂടെ കൂടിയിട്ട് ഫ്ലവർ എന്ത് ചെയ്യാണ്? നമ്മളോട് വന്നിട്ട് ലൈറ്റ് വരാറായി എന്ന് അനൗൺസ്മെന്റ് ചെയ്യാണ്. ഐ മീൻ സൂര്യൻ ഉദിക്കാറായി, സൂര്യന്റെ ലക്ഷ്മികൾ വരാറായി എന്ന് നമ്മളോട് വന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി രാവിലെ ആരുടെ കൂടെ പോകുന്ന മക്കളെ? ബ്രീസിന്റെ കൂടെയാണ് കേട്ടോ. Then in the evening it joins the birds to bid farewell to the light. വൈകുന്നേരങ്ങൾ പക്ഷികളുടെ കൂടെ കൂടിയിട്ട്, വൈകുന്നേരം സൂര്യാസ്തമയ സമയത്ത് പക്ഷികളുടെ കൂടെ കൂടിയിട്ട് അതിന് വിട പറയുകയാണ് അല്ലെ, അതിന് യാത്രാമൊഴി നൽകുകയാണ് ചെയ്യുന്നത്. How does the flower make the world beautiful? ഈ ഭൂമിയെ എങ്ങനെയാണ് ഫ്ലവർ മനോഹരമാക്കുന്നത്? നിമിഷമായിട്ടുള്ള മാരേജ് എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ നമ്മള് ഒരുപാട് പൂക്കൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് മരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് മക്കളെ? റീത്തൊക്കെ വെക്കാറുണ്ട് അല്ലെ. Thus it become the part of the joy and sorrow. അങ്ങനെയാണത് ജീവിതത്തിന് സങ്കടത്തിന്റെയും അതേപോലെ വിഷാദത്തിന്റെയും നിരാശയുടെയും സങ്കടത്തിന്റെയും ഒക്കെ ഒരു ഭാഗമാവുന്നത്. 8th question, why does the flower consider itself as the last gift of the living to the dead? Why does the flower consider itself the last gift of the living to the dead? അല്ലെ, മരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ലാസ്റ്റ് സമ്മാനമാണ് ഞാനെന്ന് എന്തുകൊണ്ടാണ് ഫ്ലവർ കൺസിഡർ ചെയ്തത്? ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ wreath to be placed on the dead body അല്ലെ. എന്താണ് റീത്ത് നമ്മൾ വെക്കാറുണ്ടല്ലേ മക്കളെ? മരിച്ചു കഴിക്കുന്ന ആളുകളുടെ ഡെഡ് ബോഡിയിൽ പോയിട്ട് നമ്മള് പൂക്കളുടെ റീത്ത് വെച്ച് കൊടുക്കാറുണ്ട്. Then 9th question, what according to the flower is the wisdom that man should be learned? എന്ത് ജ്ഞാനമാണ് മനുഷ്യൻ നേടിയെടുക്കേണ്ടത് എന്നാണ് ഈ ഒരു ഫ്ലവർ നമ്മോട് പറഞ്ഞത്? നോക്കാം. The flower always look up to see only on the light. ഫ്ലവർ ഒരിക്കലും മുകളിലോട്ട് എന്തിനു മാത്രമേ നോക്കാറുള്ളൂ? പ്രകാശം കാണുവാൻ വേണ്ടി, ലൈറ്റ് കാണാൻ വേണ്ടി മാത്രമേ നോക്കാറുള്ളൂ. ഇറ്റ് നെവർ ലുക്സ് ഡൗൺ ടു സീ ഷാഡോ അല്ലെ. അതിന്റെ ഷാഡോ കാണാൻ വേണ്ടിയിട്ട് അത് ഒരിക്കലും താഴോട്ട് നോക്കാറില്ല. സിമിലർലി അതേപോലെ തന്നെ മാൻ ഷുഡ് സീ ദ ബ്രൈറ്റർ സൈഡ് ഓഫ് ദ ലൈഫ്. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ ബ്രൈറ്റർ സൈഡ് മാത്രം നോക്കുക. ആൻഡ് നെവർ ബ്രോഡ്
ഓവർ ഇറ്റ്സ് ഡാർക്ക്നെസ് അല്ലെ. അതുപോലെ ജീവിതത്തിന്റെ ഇരുണ്ട ഭാഗത്തോട്ട് നമ്മൾ ഒരിക്കലും നോക്കാതിരിക്കുക. അതിൽ തന്നെ സ്റ്റക്കായി നമ്മുടെ ജീവിതത്തിന്റെ ഒരു സങ്കടം നേർന്ന നിമിഷത്തിലോ, സങ്കടങ്ങൾ പിടിച്ചു നിന്ന നിമിഷത്തിലോ, ദുരന്തം അനുഭവിച്ച നിമിഷങ്ങളിലോ സ്റ്റക്കായി അത് തന്നെ നോക്കി നിൽക്കാതെ നമ്മുടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിലോട്ടോ, ബ്രൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിന്റെ സൈഡിലോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, തലയുയർത്തി നോക്കുക. ക്ലിയർ? ഈവൻ ടൈഡ് ഈവനിങ്ങിനാണ് കേട്ടോ ഈവൻ ടൈഡ് എന്ന് പറയുന്നത്. എംബ്രാസ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ഓർ ഹോൾഡ് ക്ലോസ്ലി ഇൻ ദ ആം ആസ് എ സൈൻ ഓഫ് ദ അഫെക്ഷൻ അല്ലെ. നമ്മൾ ഒരാളെങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ആലിംഗനം ചെയ്യുന്നതിനാണ് കേട്ടോ പറയാ. ദെൻ സ്ലംബർ എ ഷോർട്ട് സ്ലീപ്പ് അല്ലെ, ഒരു ചെറിയ മയക്കം. ഹെർക്കൻ ടു ലിസൺ അല്ലെ, ശ്രദ്ധിക്കുക. റിയർ ടു ലുക്ക് ആഫ്റ്റർ, വളർന്ന് വലുതാവുന്നത് കേട്ടോ, വളർന്നു വരുന്നത്. സ്വോ എന്ന് പറഞ്ഞാൽ ടു സിങ് സ്ലോവലി അല്ലെ, അങ്ങോട്ടും അങ്ങനെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്നതിനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകി ഇങ്ങനെ ആടുന്നതിനാണ് സ്വോയിങ് എന്ന് പറയുന്നത്. Then let's revisit. What does the flower symbolize? Explain അല്ലെ. ഫ്ലവർ എന്തിന്റെയൊക്കെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഫ്ലവർ സിംബലൈസ് കൈൻഡ്നെസ്, ദയയുടെയും, ബ്യൂട്ടി അല്ലെ, ഭംഗിയുടെയും, ഫ്രാഗ്നസ് പരിമളത്തിന്റെയും, ലവ് ഒപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസത്തിന്റെയും അല്ലെ, സ്നേഹത്തിന്റെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും, പോസിറ്റീവ് തിങ്കിങ്ങിന്റെയും എല്ലാം സിമ്പിളാണ് മക്കളെ ഫ്ലവർ എന്ന് പറയുന്നത്. ക്ലിയർ? all the bright things in nature, എല്ലാ പ്രകൃതിയിലുള്ള എല്ലാ ബ്രൈറ്റ് തിങ്സിന്റെയും ഇറ്റ് ഈസ് ഓൾസോ സിംബലൈസ് ദ എക്സ്പീരിയൻസ് വി ഹാവ് ഇൻ അവർ ലൈഫ്, സോറോ, ഫെയിലിയർ, വിക്ടറി. നമ്മുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിരാശയുടെയും ഫെയിലിയറിന്റെയും എന്താ പറയാ പരാജയങ്ങളുടെയും വിക്ടറി വിജയങ്ങളുടെയും എല്ലാം എന്താണ് എക്സ്പീരിയൻസിന്റെ ഒക്കെ സിമ്പിളാണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവർ എന്ന് പറയുന്നത്. ക്ലിയർ? Quote some the instance in which the flower become part of the joy and sorrow അല്ലെ. ജോയുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും പാട്ടാവുന്നതിനുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ജോയ് എന്ന് പറയുമ്പോൾ വെഡിങ് ആണ്. വെഡിങ്ങിൽ നമ്മൾ പൂമാലയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സോറോ എന്ന് പറയുമ്പോൾ ഫ്യൂണറൽ ചടങ്ങ്, മരണ ചടങ്ങിനാണ് നമ്മൾ റീത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? Read the last stanza of the poem once again. What are the two contrasting ideas presented in? Do you think the poet's optimistic? Why? നിങ്ങൾ ആ ലാസ്റ്റ് ലൈനിലുള്ള ആ ലൈൻ ഒന്ന് വായിക്കുക. അതിലുള്ള കോൺട്രാസ്റ്റിംഗ് ഐഡിയ എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ പോയിട്ട് ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ ആളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? എന്തുകൊണ്ട്? The light is contrasted with the shadow. Yes, the light is contrast. ലൈറ്റിനെയും ഷാഡോയും നമ്മൾ അതിൽ കോൺട്രാസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. As the poet is optimistic, തീർച്ചയായിട്ടും പോയിട്ട് ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. The attitude of the flower represent the poet optimism അല്ലെ. അപ്പൊ പൂവിന്റെ ആ ഒരു ക്യാരക്ടർ പോയറ്റിന്റെ അതേ മൈൻഡ് സെറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പോയറ്റിന്റെ ഒപ്റ്റിമിസം ആണ് പോയറ്റ് ഫ്ലവറിലൂടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. The flower likes to see only the light and not the shadow. ഫ്ലവറിന് ലൈറ്റ് നോക്കാൻ മാത്രം ഇഷ്ടമുള്ളൂ, ഷാഡോയിലോട്ട് നോക്കാൻ, അതിന്റെ താഴെ ഭാഗത്ത് കാണുന്ന അതിന്റെ കറുത്ത നീലിലോട്ട് നോക്കാൻ ആ ഫ്ലവറിന് ഇഷ്ടമില്ല. ഇത് എഴുതുന്ന റൈറ്റർക്കും അങ്ങനെ തന്നെയാണ്. റൈറ്റർക്കും പോസിറ്റീവ് തിങ്കിങ് ഉള്ള റൈറ്ററാണ്. ആൾക്ക് ലൈഫിന്റെ ബ്രൈറ്റ് വശങ്ങളിലൂടെ പോവാനും ലൈഫിന്റെ സുഖകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോവാനും ലൈഫിൽ പ്രതീക്ഷകളിലൂടെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. അല്ലാതെ സങ്കടങ്ങളിലും ലൈഫിന്റെ സ്ട്രഗിളിങ് പീരീഡുകളിലും സ്റ്റക്കായിട്ട് നിന്ന് ജീവിതം ഇങ്ങനെ അവിടെ തന്നെ മുരടിപ്പിക്കാനൊന്നും നമ്മുടെ റൈറ്റർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് റൈറ്ററുടെ ആ ശുഭാപ്തി വിശ്വാസം ഈ കവിതയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. Pick out the lines that the expression the impress you the most, give reason അല്ലെ. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ലൈൻസും അതിന്റെ റീസണൊക്കെ അങ്ങ് പറയാം. But I look up too high to see on the light and never look down to see my shadow. ഞാൻ എന്റെ തല ഉയർത്താറുള്ളത് ലൈറ്റിന് കാണാൻ വേണ്ടി മാത്രമാണ്. ഞാൻ എന്റെ ഹൈറ്റിൽ തല ഉയർത്തുന്നത്, ഒരിക്കലും ഞാൻ തല താഴ്ത്താറില്ല എന്റെ ഷാഡോ കാണാൻ വേണ്ടി. I like this line the most. ഈ ലൈനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് വേറെ ലൈനും വേണമെങ്കിൽ എഴുതാം. Here is an optimist in the poet says man should see the brighter side of. ഇവിടെയാണ് പോയിറ്റിന്റെ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനായിട്ടുള്ള പോയിറ്റിന്റെ കാണാം. മാൻ ഒരിക്കലും മനുഷ്യരെപ്പോൾ അവരുടെ ബ്രൈറ്റർ സൈഡ് ഓഫ് ദ ലൈഫാണ് കാണേണ്ടത്. നെവർ ബ്രൂഡ് ഓവർ ഇറ്റ്സ് ഡാർക്കർ അല്ലെ. ഒരിക്കലും അത് അവരുടെ ഡാർക്ക് വശത്തേക്ക് അല്ലെ, അതൊരു പ്രയാസങ്ങൾ നിറഞ്ഞ അവരുടെ ഭാഗത്തോട്ട് തന്നെ നോക്കി നിൽക്കരുത്. ദിസ് ഇസ് ദ ഫിലോസഫി ഓഫ് ദ ലൈഫ് അല്ലെ. ജീവിതത്തിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, തത്വം എന്ന് പറയുന്നത് ഇതാണ് മക്കളെ കേട്ടോ. നമ്മൾ പ്രയാസങ്ങളും നിരാശ
നിരാശകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കാതെ ജീവിതത്തിന്റെ ബ്രൈറ്റ് സൈഡിലോട്ട് നോക്കിയിട്ട് ജീവിതം വളരെ ഉഷാറായിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. What do you think is the mood of the poem? Happy, sad, humorous or philosophical? Why? നിങ്ങൾ ഈ പോയന്റെ മൂഡിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ പോയം ഒരു ഹാപ്പി പോയമാണോ, സാഡ് മൂഡുള്ള പോയമാണോ, ഹ്യൂമറസ് ഓർ ഫിലോസഫിക്കൽ ഉള്ള പോയമാണ്? ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹാപ്പി ആൻഡ് ഫിലോസഫിക്കൽ, ഇതൊരു ഹാപ്പി ആയിട്ടും ഫിലോസഫിക്കൽ ആയിട്ടും, ഇതിൽ സാഡ് ഒന്നും വരുന്നില്ല അല്ലെ. The poem is reflected upon the themes of the life and death and impart the wisdom that man must always look for the light. അല്ലെ, ലൈഫിന്റെ, മനുഷ്യരുടെ ലൈഫിന്റെ ഒരു ബ്രൈറ്റർ സൈഡ്, മനുഷ്യരുടെ ലൈഫിന്റെ മരണത്തിന്റെയും ജീവിതത്തിന്റെയൊക്കെ ഒരു ബ്രൈറ്റർ സൈഡിലാണ് ഇതിൽ കാണിക്കുന്നത്. ആ ഒരു നോളജാണ് മനുഷ്യന് ഈ ഒരു കവിതയിലൂടെ തരുന്നത്. ഏതാണ്? നമ്മൾ നമ്മുടെ ലൈഫിന്റെ ബ്രൈറ്റർ സൈഡിലോട്ട് നോക്കുക, നമ്മുടെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിതത്തെ കാണുക, പ്രതീക്ഷയുടെ വെളിച്ചത്തിലോട്ട് നമ്മൾ എപ്പോഴും തല ഉയർത്തി നിൽക്കുക. നിരാശയുടെ, ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ, സങ്കടത്തിന്റെ ഡാർക്ക് സൈഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട് താഴെ, ആ ഷാഡോയിലോട്ട് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് മുകളിലോട്ടാണ്. ക്ലിയർ? Then activity 1. Read the poem again and complete the following notes. One hint is given for you. What does the flower say about itself? Flower എന്താണ് സ്വയം പറഞ്ഞത് എന്നാണ്. A kind word uttered and repeated by the voice of the nature. ഞാൻ എന്താണ്? പ്രകൃതിയുടെ റിപ്പീറ്റ് ചെയ്ത് ഉച്ചരിക്കുന്ന ഒരു കൈൻഡ് വേർഡാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. A kind word uttered and repeated by the voice of the nature. A star from the sky, a daughter of the elements, was conceived by the wind. അല്ലെ, ഇത്രയും കാര്യങ്ങളാണ് ഫ്ലവറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഏതൊക്കെയാണ്. സ്റ്റാർ ഫോൾ ഫ്രം ദ, അല്ലെ, ആകാശത്ത് നിന്ന് വീണിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. അതുപോലെ ഡോക്ടർ ഓഫ് ദ എലമെന്റ്സ് ആണ് ഞാൻ എന്നൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു പോമില് ഫ്ലവർ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ എവറിഡേ ആക്ടിവിറ്റീസ് ദാറ്റ് ദ ഫ്ലവർ ഈസ് എൻഗേജ്ഡ് ഇൻ? അല്ലെ, എന്താണ് എവറിഡേ ആക്ടിവിറ്റീസ്? ഫ്ലവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അല്ലെ, അനൗൺസ് ദ കമ്മിങ് ഓഫ് ദ ലൈറ്റ് എന്നിവർ തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. അനൗൺസ് ദ കമ്മിങ് ഓഫ് ദ ലൈറ്റ്, ലൈറ്റിന്റെ വരവ് പറയാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ബിഡ് ദ ലൈറ്റ് ദ ഫെയർവെൽ, അതേപോലെ അതിനെ യാത്ര അയക്കാൻ പോവാറുണ്ട്. ഡെക്കറേറ്റ് ദ പ്ലെയിൻ വിത്ത് ബ്യൂട്ടിഫുൾ കളേഴ്സ്, അല്ലെ, നമ്മുടെ ഭൂമിയെ എന്ത് ചെയ്യാറുണ്ട്? മനോഹരമായിട്ട് കളറുകൾ കൊണ്ട് വർണ്ണിക്കാറുണ്ട്, കളർ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ എയർ എന്ത് ചെയ്യാറുണ്ട് മക്കളെ? സെന്റ് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? അതിന്റെ ഫ്രാഗ്രൻസ് കൊണ്ട് അത് നല്ലൊരു സെന്റ് പടർത്താറുണ്ട്. ഇതൊക്കെ കവിതയിലുണ്ട് കേട്ടോ. ഹു വാച്ചസ് ഓവർ ദ ഫ്ലവർ, ഫ്ലവറിനെ ആരാ നോക്കുന്നത്? അല്ലെ, ആരാണ്? ഐ ഓഫ് ദ നൈറ്റ്. ഐ ഓഫ് ദ നൈറ്റും അതുപോലെ ഐ ഓഫ് ദ ഡേയും ഉണ്ട് കേട്ടോ. ഹു വാച്ചസ് ഓവർ ദ ഫ്ലവർ എന്ന് പറഞ്ഞ ഐ ഓഫ് ദ നൈറ്റ് ആണ് രാത്രി, അതുപോലെ പകലാണെങ്കിൽ ഐ ഓഫ് ദ ഡേ എന്ന് പറയുമ്പോ അങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ. ഐ ഓഫ് ദ നൈറ്റ് ആണ് ഇങ്ങോട്ട് നോക്കുന്നത്, നൈറ്റ്. ഹൗ ഡസ് ദ ഫ്ലവർ എൻജോയ് ദ നാച്ചർ? പ്രകൃതി എങ്ങനെയാണ് ഫ്ലവർ ആസ്വദിക്കുന്നത്? ലിസൺ ടു ദ വോയിസ് ഓഫ് ദ ബേർഡ്സ്. ഐ ഡ്രിങ്ക് ദ ഡ്രൂ, അല്ലെ, മഴത്തുള്ളിയാവുന്ന വീഞ്ഞു കുടിക്കുന്നു. ലിസൺ ടു ദ വോയിസ് ഓഫ് ദ ബേർഡ്സ്, പക്ഷികളുടെ പാട്ടുകൾ കേൾക്കുന്നു. ഡാൻസ് ദ റിതമിക് സോയിങ് ഓഫ് ദ ഗ്രാസ്, അല്ലെ, പുല്ലുകളുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വീശന്റെ കൂടെ ഡാൻസ് കളിക്കുന്നു. വാട്ട് ഇസ് എ ഫ്ലവർ യൂസ് ആസ്? ഫ്ലവർ എന്തിന്റെ ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ആസ് എ ലവേഴ്സ് ഗിഫ്റ്റ്, അല്ലെ, ലവേഴ്സിന്റെ ഗിഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വെഡിങ് റീത്ത് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റീത്ത് ഫോർ ദ ഡെഡ് ബോഡി, ഡെഡ് ബോഡിക്ക് റീത്ത് ആയിട്ട് വെക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. മെമ്മറി ഓഫ് ദ മൊമെന്റ്സ് ഓഫ് ദ ഹാപ്പിനെസ്, അല്ലെ, എന്താണ്? മെമ്മറി ഓഫ് ദ മൊമെന്റ്സ് ഓഫ് ദ ഹാപ്പിനെസ്, അല്ലെ, ഹാപ്പിനെസ് നിമിഷങ്ങളിലെ ഒരു മെമ്മറി ആയിട്ട് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? ആ ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് ദ ഫ്ലവർസ് വിഷൻ? അല്ലെ, ഫ്ലവറിന്റെ വിഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സീ ഓൺലി ദ ലൈറ്റ്, എന്താണ്? ആ വെളിച്ചത്തെ മാത്രമേ ഉള്ളൂ ഫ്ലവർ നോക്കി കാണാറ്. നെവർ ലുക്ക് ഡൗൺ ടു സീ മൈ ഷാഡോ, ഒരിക്കലും തന്റെ നിഴലുകൾ കാണാൻ വേണ്ടി അത് താഴോട്ട് നോക്കാറില്ല. Then activity 2. Read the following lines. I am a kind word uttered and repeated by the voice of the nature. എന്താണ്? ഞാന് പ്രകൃതി റിപ്പീറ്റ് ചെയ്ത് ഉച്ചരിക്കുന്ന ഒരു കൈൻഡ് ആയിട്ടുള്ള വേർഡാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The flower is considered the word uttered by the nature. This is an example of the
മെറ്റാഫർ ഒന്നൊന്നല്ല അല്ലെ മക്കളെ, മെറ്റാഫറിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അല്ലെ. മെറ്റാഫർ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഡെവലപ്സ് ഹിഡൻ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട് ദാറ്റ് ഷെയർ സംതിങ് ഇൻ കോമൺ അല്ലെ. നമ്മൾ ഒരു പരിചയവും ഇല്ലാത്ത രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സിമിലി വേർ ദ കമ്പാരിസൺ ഈസ് ലൈക്ക് ആൻഡ് ആസ് അല്ലെ. സിമിലി ആണെങ്കിൽ ലൈക്കും ആസും യൂസ് ചെയ്യും അല്ലെ. സിമിലി ആണെങ്കിൽ ഏതൊക്കെ യൂസ് ചെയ്യാ? ലൈക്കും ആസും യൂസ് ചെയ്യും. സിമിലിയും മെറ്റാഫറും സെയിം ആണ്. രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. സിമിലി രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യാണ്, മെറ്റാഫറും രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യാണ് കേട്ടോ. പക്ഷെ ഈ മെറ്റാഫർ ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. സിമിലി ആകുമ്പോൾ ലൈക്കും ആസും യൂസ് ചെയ്യും. ഇനി നമുക്ക് പോമിൽ നിന്നും കുറച്ച് മെറ്റാഫേഴ്സിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. മെറ്റാഫേഴ്സ്: മൈ ഫാദർ ഇസ് റോക്ക്, മൈ ഫാദർ ഇസ് എ വെരി സ്ട്രോങ് ആൻഡ് സ്ട്രിക്ട് പേഴ്സൺ അല്ലെ. ഇനി നമുക്ക് ബാക്കി എക്സാമ്പിൾ നോക്കാം കേട്ടോ. മൈ ഫാദർ ഇസ് റോക്ക്, എന്റെ ഫാദർ എന്താണ്? ഒരു റോക്ക് ആണ്. മൈ ഫാദർ ഇസ് വെരി സ്ട്രോങ് ആൻഡ് സ്ട്രിക്ട് പേഴ്സൺ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. യുവർ ഐസ് ആർ ലൈക്ക് ദ സൺ, നിന്റെ കണ്ണുകൾ എന്താണ്? സൂര്യനെ പോലെയാണ്. ഐ മീൻ വെരി ക്ലിയർ ആൻഡ് റിഫ്ലക്റ്റ് ഒബ്ജക്ട് എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദ ലോൺ ഇസ് എ ഗ്രീൻ കാർപ്പറ്റ് അല്ലേ. നമ്മുടെ ലോൺ എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു പച്ച പർവ്വതാനി പോലെയാണ് നിൽക്കുന്നത്. ദ ഗ്രാസ് കവേർഡ് ലോൺ ലുക്സ് ലൈക്ക് എ കാർപ്പറ്റ് അല്ലെ. നമ്മുടെ ഈ മലയുടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അവിടെയൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും പച്ചപ്പുല്ല് ഇങ്ങനെ പതിച്ചിട്ടുള്ള പ്ലേസുകൾ അല്ലെ. അതിനാണ് ഈ ലോൺ എന്ന് പറയുന്നത്. ദെൻ ഹി ഡ്രൗണ്ട് ഇൻ എ സീ ഓഫ് ദ ഗ്രീസ് അല്ലെ. അവൻ എന്തിലാണ് മുങ്ങിയിട്ടുള്ളത്? കടലിന്റെ കണ്ണുനീരിൽ എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ഒരു ഗ്രീഫില്. ഹി വാസ് എക്സ്ട്രീംലി സാഡ്, അവൻ അങ്ങേയറ്റം സങ്കടമാണ് എന്നാണ് ആ മെറ്റാഫർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഷീസ് ഫിഷിംഗ് ട്രബിളിംഗ് വാട്ടേഴ്സ് അല്ലെ. ഫിഷിംഗ് ട്രബിളിംഗ് വാട്ടേഴ്സിലാണ് അവൾ പെട്ടിട്ടുള്ളത്. എന്നാല് ഷീ ടേക്സിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ അഡ്വേഴ്സ് സിറ്റുവേഷൻ എന്നാണ്. Then he is the apple of my life. എന്താണ്? he is the apple of my life. എന്റെ കണ്ണുകളുടെ ആപ്പിളാണ് അവൻ എന്നാണ് പറയുന്നത്. he is very dear to me, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആള് എന്നൊരർത്ഥാണ് കേട്ടോ അപ്പൊ വരിക. my father was boiling mad, എന്റെ അച്ഛന് ബോയിലിംഗ് കത്തി നിൽക്കുന്ന ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. my brother, okay, my brother was very angry. പറഞ്ഞ എന്താ? തല പിടാന്താക്കി ചൂട് നിൽക്കുന്ന ഭയങ്കര ദേഷ്യത്തിലാണ്. ഹെർ വോയിസ് ഇസ് മ്യൂസിക് ടു ഇയേഴ്സ്, അവളുടെ ശബ്ദം എനിക്ക് പാട്ടുകളായിട്ടാണ് എന്റെ ചെവിക്ക് കേൾക്കുന്നത്. ഹെർ വോയിസ് ഇസ് മെലോഡിയസ് ലൈക്ക് മ്യൂസിക്, അവളുടെ പാട്ടിനേക്കാൾ മെലോഡിയസ് ആണ് അവളുടെ ശബ്ദം എന്നാണ് ഉദ്ദേശിച്ചത്. Then attempt writing your own example of metaphor. എന്തൊക്കെയാണ് നമ്മുടെ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്? ഐ എം എ സ്റ്റാർ, ഞാനൊരു നക്ഷത്രമാണ് അല്ലെ. എന്താണ്? എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്ന നക്ഷത്രം അല്ലെ. വെട്ടിത്തിളങ്ങി നിൽക്കുക. ഐ എം ദ ഡോക്ടർ ഓഫ് ദ എലമെന്റ്സ്, ദ ഐസ് ഓഫ് ദ നൈറ്റ്, ദ ഐ ഓഫ് ദ ഡേ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ പോമിലുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. Then activity G, read the form again and complete the following spider diagram അല്ലെ. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ പോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചുറ്റുഭാഗം കൊടുത്തിട്ടുള്ളത്. നോക്കാം. സബ്ജക്ട് മാറ്ററും തീമും. ആ സോൾ ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞ സോങ് ഓഫ് ദ ഫ്ലവർ ആണ് കേട്ടോ. സോൾ അല്ല, സോങ് ഓഫ് എ ഫ്ലവർ അല്ലെ. എന്താണ്? സോങ് ഓഫ് എ ഫ്ലവർ ആണ് കേട്ടോ. അപ്പോ അതിലുള്ള കാര്യങ്ങൾ ആദ്യം ഐഡിയസ് പോമിൽ ഐഡിയ എഴുതണം. ദെൻ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതി വെക്കണം. ദെൻ മൂഡ് ഓഫ് ദ പോം എന്താന്നുള്ളത് ഇവിടെ എഴുതുക. നാച്ചുറൽ ഡെപിക്റ്റഡ് ഇൻ ദ പോംസ് ഏതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ദെൻ സബ്ജക്ട് മാറ്റർ എഴുതുക കേട്ടോ. അപ്പൊ ഇതിവിടെ എഴുതിയ ഇൻക്ലൂഡ് ആവാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഐഡിയാസ് ഇൻ ദ പോം ഉണ്ടല്ലോ. ഫസ്റ്റ് ഐഡിയാസ്, പോമിലെ ഐഡിയാസ് എന്തൊക്കെയാന്ന് നോക്കാം. ദ ഫ്ലവർ സിംബലൈസസ് ഓൾ ദ ബ്രൈറ്റ് തിങ്സ് ഇൻ നാച്ചർ, കൈൻഡ്നസ്, ലവ്, ബ്യൂട്ടി എക്സെട്ര അല്ലെ. ഫ്ലവർ എന്തിന്റെയൊക്കെ സിംബൽ ചെയ്യുന്നുണ്ട്? ബ്യൂട്ടിയെയും അതേപോലെ നാച്ചുറൽ, കൈൻഡ്, ലവ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലവർ കാണിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ പാർസൽ ഓഫ് ദ ഹ്യൂമൻ ജോയ്. എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ആൻഡ് ദ പാർസൽ ഓഫ് ദ ഹ്യൂമൻ ജോയ് ആൻഡ് സോറോ അല്ലെ. എന്താണ്? ഹ്യൂമൻ ജോയുടെയും സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഒക്കെ ഒരു പാർട്ടായിട്ടാണ് നമ്മളിത് കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ദ ഗ്രേറ്റ് വിസ്ഡം. ഇറ്റ്സ് വിഷൻ ഓഫ് ലൈഫ് ഈസ് എസെൻഷ്യലി ഒപ്റ്റിമിസ്റ്റിക് അല്ലെ. വളരെ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടുള്ള ഒരു വിഷനാണ് ലൈഫിനുള്ളത്. ഈ ഒരു പോമിലൂടെ കാണിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ അവിടെ ജസ്റ്റ് എഴുതിയെടുക്കുക കേട്ടോ.
Then poetic devices used metaphors, images, mood of the poem. നോക്കാം. Happy in the beginning, the flower is a part of the nature. It reveals the beauty of the nature. Thoughtful, how the flower of apart the both of joy and sorrow. Philosophical towards the end, how the flower teaches great lesson taught in life. ഇത്രയാണ് അതിന്റെ mood of the poem വരുന്നത് കേട്ടോ. Then subject matter and theme കേട്ടോ. Words spoken by flower is also part of the human life, both joy and sorrow. അല്ലെ, ഹ്യൂമൻ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സങ്കടത്തിന്റെയും അതേപോലെ സന്തോഷത്തിന്റെയും ഒക്കെ ഒരു ഹ്യൂമൻ ലൈഫിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ത്രൂ ഇറ്റ്സ് ലൈഫ് ദ ഫ്ലവർ ടീച്ചേഴ്സ് ആൻ ഇമ്പോർട്ടന്റ് ലെസൺ. അല്ലെ, ഫ്ലവറിന്റെ ഒരു ജീവിതത്തിലൂടെ നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ പറഞ്ഞു തരുന്നുണ്ട്. ദാറ്റ് വി മസ്റ്റ് ലുക്ക് ഫോർ ഓൺലി ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ദ ലൈഫിൽ, നമ്മുടെ ബ്രൈറ്റ് സൈഡ് ഓഫ് ദ ലൈഫിലോട്ട് മാത്രം നോക്കുക. നോട്ട് ബ്രൂഡ് ഓവർ ദ ഡാർക്ക്. അല്ലെ, ഡാർക്ക് സൈഡിലോട്ട് നോക്കി നിൽക്കരുത്. നാച്ചുറൽസ് ഡിപിക്ട് ചെയ്ത പോലെ ഇനി പ്രകൃതി ഇതിൽ എത്രത്തോളം കാണുന്നുണ്ട് നോക്കാം. The sky as the blue tent and the earth as green carpet. ഇതെല്ലാം ഉണ്ട് അല്ലെ. സ്കൈ ആസ് ദ ബ്ലൂ ടെന്റ് ആണ് പറയേണ്ട ആകാശം. അതുപോലെ എർത്തിനെ ഗ്രീൻ കാർപ്പറ്റ് ആയിട്ട്, പച്ച പർവ്വതാനിയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജെന്റിൽ ബ്രീസ് അനൗൺസിങ് ടു ദ കമ്മിങ് ഓൺ ദ ലൈറ്റ്. അല്ലെ, ജെന്റിൽ ബ്രീസിന്റെ കൂടെ കൂടിയിട്ട് ലൈറ്റ് വരുന്നത് അനൗൺസ് ചെയ്യാൻ വരുന്നുണ്ട്. ബേർഡ്സ് ബീഡിങ് ഫെയർവെൽ ടു ദ ലൈറ്റ്. അല്ലെ, പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യാസ്തമയത്തിന് യാത്രാമോഹം നൽകുന്നുണ്ട്. ദ റിതമിക് സോയിങ് ഓഫ് ദ ഗ്രാസ് ഇസ് സിംഗിങ് വിത്ത് ദ ബേർഡ്സ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ദ ഫ്രാഗ്നന്റ് എയർ. അല്ലെ, അതേപോലെ തന്നെ എന്താണ് റിതമിക് സോയിങ് ഓഫ് ദ ഗ്രാസ്. അല്ലെ, ഗ്രാസിന്റെ ഡാൻസ് ആൻഡ് സിംഗിങ് ഓഫ് ദ ബേർഡ്സ്, പക്ഷികളുടെ സംഗീതം. ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ദ ഫ്രാഗ്നന്റ് എയർ. അല്ലെ, വളരെ മനോഹരമായിട്ടുള്ള പാടങ്ങള്, പൂക്കൾ നിറഞ്ഞിട്ടുള്ള ഫീൽഡ്, അതിലുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്മെല്ലും. Now can you prepare the appreciation of the poem Song of the Flower using the spider of the diagram. അല്ലെ, ആ ഡയഗ്രാം വരച്ചു കഴിഞ്ഞ് അത് അതേപോലെ എടുത്ത് എഴുതിയാൽ തന്നെ എന്തായി മാറും മക്കളെ, പോയത്തിന്റെ ഒരു അപ്രീസിയേഷൻ കിട്ടും. അല്ലെ, നമുക്ക് നോക്കാം. ചെറിയൊരു അപ്രീസിയേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. സോങ് ഓഫ് ദ ഫ്ലവർ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പോയം അബൌട്ട് എ നാച്ചർ. പ്രകൃതിയെ കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് സോങ് ഓഫ് ദ ഫ്ലവർ. ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ലിവിങ് ബീയിങ്സ്. ഇത് എന്താണ്, ലിവിങ് ബീയിങ്സുമായിട്ടുള്ള ഇതിന്റെ റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ഗലീൽ ജിബ്രാൻ മെറ്റാഫോറിക്കലി സജസ്റ്റ് ദാറ്റ് എവറിത്തിങ് ഇൻ നാച്ചർ ഹാസ് എ സോൾ ആൻഡ് ഇറ്റ്സെൽഫ് ദാറ്റ് മേക്സ് ദെയർ എക്സിസ്റ്റൻസ് മീനിങ്ഫുൾ. ഗലീൽ ജിബ്രാൻ വളരെ മനോഹരമായിട്ട് മെറ്റാഫോറിക്കലി എന്ത് പറഞ്ഞു തരുന്നുണ്ട്, നാച്ചർ ഹാസ് എ സോൾ, പ്രകൃതിക്ക് എന്തുണ്ട്, ഒരു സോൾ ഉണ്ട്. ആൻഡ് ദ സെൽഫ് ആൻഡ് മേക്സ് ദെയർ എക്സിസ്റ്റൻസ് മീനിങ്ഫുൾ. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മീനിങ്ഫുൾ എക്സിസ്റ്റൻസ് ഉണ്ട്, നിലനിൽപ്പുണ്ട്. ദ ഫ്ലവർ ഇൻ ദ പോയം ഇസ് എ റെപ്രസെന്റേറ്റീവ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് നാച്ചർ. പ്രകൃതിയുടെ എല്ലാ ആസ്പെക്ട് ഓഫ് ലൈഫിലൂടെയും റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഫ്ലവർ എന്ന് പറയുന്നത് ഈ പോമിലൂടെ. The flower says that it is a kind word uttered and repeated by the voice of the nature. പ്രകൃതിയുടെ റിപ്പീറ്റ് ചെയ്ത് ഉച്ചരിക്കുന്ന ഒരു കൈൻഡ് വേർഡ് ആണ് ഞാന്. It is a star fallen from the sky. The poet uses the expression the blue tent refers to sky. അല്ലെ, ആകാശത്ത് നിന്ന് വീഴുന്ന ഒരു സ്റ്റാർ ആണ് ഞാൻ. അതിന് പോയറ്റ് യൂസ് ചെയ്തത് ബ്ലൂ ടെന്റ് എന്ന് പറയുന്ന വേർഡാണ്. The 4 seasons have their roles in the life of the flower. അല്ലെ, 4 സീസൺസിന് ഫ്ലവറിന്റെ ലൈഫിലെ റോള് വളരെ വ്യക്തമായിട്ട് ഇതില് പറയുന്നുണ്ട്. വിന്റർ കൺസീവ് ചെയ്യുന്നുണ്ട്, സ്പ്രിംഗ് ഗീവ്സ് ബർത്ത് ടു, സമ്മർ റിയേഴ്സ് ഇറ്റ് ആൻഡ് ഓട്ടം ഇറ്റ് ഹാസ് എ എറ്റേണൽ സ്ലീപ്പ്. എന്നേക്കുമായിട്ടുള്ള അതിന്റെ ആ ഉറക്കത്തിന് ഓട്ടവും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ മക്കളെ. അപ്പോ then next one അതിന്റെ ബാക്കിയാണ്. ദ ഫ്ലവർ ഐഡന്റിഫൈ ഇറ്റ്സ് റോൾ ആസ് എ വെരി സിഗ്നിഫിക്കന്റ്. ഫ്ലവർ അതിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് അല്ലെ. ഇറ്റ് അനൗൺസ് ദ കമ്മിങ് ഓഫ് ദ ലൈറ്റ് ഇൻ ദ മോർണിംഗ് ആൻഡ് ബിഡ്സ് ഫെയർവെൽ ടു ദ ഈവനിങ്. മോർണിംഗില് ആരോട് കൂടെ, ബ്രീസിന്റെ കൂടെ കൂടിയിട്ട് ലൈറ്റിന്റെ കാര്യം വന്നിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങൾ പക്ഷികളുടെ കൂടെ കൂടിയിട്ട് ഫെയർവെല്ലും കൊടുക്കുന്നുണ്ട് അല്ലെ, യാത്രയും പറയുന്നുണ്ട്. ഇറ്റ് ഡെക്കറേറ്റ് ദ പ്ലെയിൻസ് വിത്ത് ബ്യൂട്ടിഫുൾ കളേഴ്സ്. അല്ലെ, നമ്മുടെ പ്ലെയിനിന്റെ ഫീൽഡിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കൊണ്ട് ഈ ലോകത്തെ, ഈ ഭൂമിയെ മനോഹരമാക്കുന്നുണ്ട്. ആൻഡ് ഫിൽസ് ദ എയർ വിത്ത് ഫ്രാഗ്രൻസ്. അതിന്റെ മണം കൊണ്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള അതിന്റെ സ്മെല്ല് കൊണ്ട് അത് നമ്മുടെ എയർ എന്ത് ചെയ്യുന്നുണ്ട്, നിറയുന്നുണ്ട്. ഡേയ്സ് ആൻഡ് നൈറ്റ് ഷവേഴ്സ് ലവ്. രാവും പകലും എന്ത് ചെയ്യുന്നുണ്ട്,
സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ആൻഡ് കെയർ, അഫെക്ഷൻ ഓൺ ദ ഫ്ലവർ അല്ലെ, നമ്മുടെ ഫ്ലവറിന്റെ രാത്രിയും പകലും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലവറിനോട് അതിനുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറ്റ് എൻജോയ് നാച്ചർ ടു ദ ബ്രിങ് ആൻഡ് ഇറ്റ് ഡ്രിങ്ക്സ് എ ഡ്യൂട്ട് ഫോർ വൈൻ അല്ലെ. ഇനി അത് പ്രകൃതിയെ അത് ആസ്വദിക്കുന്നുണ്ട്. എങ്ങനെ, അത് വൈനാകുന്ന മയത്തുള്ളി കുടിക്കുന്നുണ്ട് അല്ലെ, മഞ്ഞുതുള്ളിയെ കുടിക്കുന്നുണ്ട്. സിംഗ് വിത്ത് ദ ബേർഡ്സ്, പക്ഷികളുടെ പാട്ടുകൾ അത് ആസ്വദിക്കുന്നുണ്ട്. ആൻഡ് ഡാൻസസ് റിതമിക്കലി വിത്ത് ദ സോയിങ് ഗ്രാസ് അല്ലെ, സോയിങ് ഗ്രാസിന്റെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ദി ബ്യൂട്ടിഫുൾ ഇമേജസ് ഓഫ് ദ നാച്ചർ മേക്ക് ദ പോയം ക്വൈറ്റ് അപ്പീലിംഗ്. ദ ഫ്ലവർ ബിക്കം എ പാർട്ട് ഓഫ് ദ ബോത്ത് ജോയ് ആൻഡ് സോറോ അല്ലെ. ഫ്ലവർ എന്താണ്, സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും എല്ലാം ഒരു ഭാഗമാവുന്നുണ്ട്. ആസ് ഇറ്റ് ഈസ് used on the occasions of the wedding as well as funeral. എങ്ങനെയാണ് സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ആവുന്നത്, എന്തുപോലെ മനോഹരമായിട്ടുള്ള നിമിഷമായിട്ടുള്ള വെഡിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, വളരെ സങ്കടകരമായിട്ടുള്ള നിമിഷമായിട്ടുള്ള മരണച്ചടങ്ങായിട്ടുള്ള ഫ്യൂണറലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ദ പോയം എൻഡ്സ് ഇൻ എ ഫിലോസഫിക്കൽ നോട്ട് ദാറ്റ് ദ ഫ്ലവർ ഇസ് എ ഒപ്റ്റിമിസ്റ്റിക് അല്ലെ, ഒപ്റ്റിമിസ്റ്റിക് ആണ് അല്ലെ. എന്താണ് ഫ്ലവർ, വലിയൊരു ഫിലോസഫി, വലിയൊരു തത്വം നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത്. അതൊരു ശുഭാപ്തി വിശ്വാസത്തിന്റെ കാര്യമാണ്. ഇറ്റ് ലവ്സ് ടു ലുക്ക് അപ്പ് ദ ഹൈ ടു സീ ഓൺലി ദ ലൈറ്റ് ആൻഡ് നെവർ ലുക്സ് ഡൗൺ ടു സീ ദ ഷാഡോ. പ്രകാശം കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ തല ഉയർത്തി നിൽക്കുന്നുള്ളൂ, അത് അതിന്റെ നീൽ കാണാൻ വേണ്ടി തല താത്താറില്ല. ദിസ് ഈസ് ദ വിസ്ഡം ദാറ്റ് മസ്റ്റ് മാൻ മസ്റ്റ് ലേൺ. ഈ ഒരു ജ്ഞാനമാണ് മനുഷ്യരായിട്ടുള്ള നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, നേടിയെടുക്കേണ്ടതില്ല. പോയം ഇസ് റിച്ച് ഇൻ സിമിലീസ് ആൻഡ് മെറ്റാഫീസ് അല്ലെ. ഈ പോമിൽ നിറയെ സിമിലീസും മെറ്റാഫീസും ഉണ്ട്. ദാറ്റ് മേക്സ് ഇറ്റ് ക്വൈറ്റ് എൻജോയബിൾ ടു ദ റീഡേഴ്സ്. ഇത് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം വളരെയധികം എൻജോയബിൾ ആണ്. ഇതെങ്ങനെയാണ് മക്കളെ അപ്രിസിയേഷൻ ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല തെറ്റില്ലാത്ത രീതിക്ക് 2-3 തവണ പഠിക്കുക. പോം നന്നായിട്ട് കേട്ട് കഴിഞ്ഞ് പോം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വിധം ഇതിലോട്ട് നിങ്ങൾക്ക് അപ്രിസിയേഷൻ എഴുതാൻ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമായിരുന്നു അല്ലെ. അപ്പൊ ഇതിലെ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.